യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗം. എല്ലാ ക്രൈസ്തവർക്കും ഏതാണ്ട് കാണാപ്പാടമറിയാവുന്ന സുന്ദരമായ മനോഹരമായ ഒരു കഥ ഇന്ന് ധ്യാന വിഷയമായിട്ട് യേശു നൽകുകയാണ്. നല്ല സമറായക്കാരൻ്റെ കഥ. ഈ കഥ നാം പലപ്പോഴും ചിന്തിച്ചതുപോലെ ഒരു ആവറേജ് ക്രിസ്ത്യാനിയെ മാനസികമായി ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. കാരണം വഴിയിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ആദ്യം എത്തിയത് ഒരു വൈദികനും പിറകെ കപ്പ്യാരുമാണ്. സഭയുടെ ചട്ടക്കൂടുകളുടെ ഭാഗമായി കാണപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. ആ പുരോഹിതനും ലേവായനും മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അവനെ സഹായിച്ചില്ല. സഹായിച്ചത് ഒരു സമറിയക്കാരൻ, യഹൂദരുമായി യാതൊരു ബന്ധവുമില്ലാത്ത, വിജാതീയനും യഹൂദനും ഇടകലർന്ന് രൂപീകരിക്കപ്പെട്ട ഒരു പുതിയ സമുദായത്തിൻ്റെ ഭാഗമായ സമറിയക്കാരൻ. നമുക്ക് പലർക്കും ഇഷ്ടം സമറിയക്കാരൻ്റെ റോളിൽ നിൽക്കാനാണ്. പറയാനെങ്കിലും അഭിമാനിക്കാനെങ്കിലും നമുക്ക് പറയാമല്ലോ. ഇന്നും അച്ഛന്മാരും പള്ളിക്കാരും ഒക്കെ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അല്പം വൈകാരികമായി നമ്മുടെ ഭാവനയെ ഉണർത്തുവാനും സഭാ സംവിധാനങ്ങളെ ഒന്ന് കുറ്റപ്പെടുത്താനും ഒക്കെ കിട്ടുന്നൊരവസരം നമ്മളായിട്ട് എന്തിനാ പാഴാക്കണേ? ഇപ്പോഴും അച്ഛന്മാർ ശരിയല്ല, പള്ളിയായിട്ട് ബന്ധപ്പെടുന്നവർ ഒട്ടും ശരിയല്ല. ഒരു ദീർഘശ്വാസത്തിന് ശേഷം നമ്മളും പറയും, പള്ളിയോടും പട്ടക്കാരോടും ഒന്നും അധികം അടുക്കാതിരിക്കുന്നതാ നല്ലത്. പ്രിയപ്പെട്ടവരെ, ഈ നല്ല സമറിയക്കാരൻ്റെ കഥ ഇത് മനോഭാവങ്ങളുടെ ഒരു പരീക്ഷണശാലയാണ്. പുരോഹിതനും ലേവായനുമൊക്കെ പ്രതിനിധീകരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മുഖം തന്നെയാണ്. തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. പാതയിൽ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ നമുക്കാർക്കും സമയമില്ല. അതിന് അച്ഛനും കപ്പ്യാരും വേറിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. തിരക്ക് പിടിച്ചോടുന്നവരുടെ ലിസ്റ്റിൽ അവരും ഉണ്ടാകാം, സഹായിച്ചവരുടെ ലിസ്റ്റിലും അവരുണ്ടായിക്കൂടുന്നില്ല. എൻ്റെ മുമ്പിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ഞാൻ സഹായിക്കുകയോ ഇല്ലയോ എന്നത് മാത്രമാണ് എൻ്റെ മുമ്പിലെ ചോദ്യം. എനിക്ക് മുമ്പുണ്ടായിരുന്നവരെന്ത് ചെയ്തു എന്നതിനപ്പുറത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നത് മാത്രമാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്താവിഷയം. യഹൂദ പാരമ്പര്യമനുസരിച്ച് മൃതദേഹത്തിൽ സ്പർശിച്ചാൽ ഒരു പുരോഹിതൻ ഒരാഴ്ചത്തേക്ക് ദേവാലയ ശുശ്രൂഷകളിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവനാകും. ഒരാഴ്ച കഴിഞ്ഞ് പ്രധാന പുരോഹിതൻ അവനെ ശുദ്ധീകരിച്ച് ദേവാലയത്തിലേക്ക് ആനയിക്കണം. ലേവായൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതേ പൗരോഹിത്യ ശ്രേണിയിൽ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരുവനാണ്. ഈ രണ്ട് കഥാപാത്രങ്ങൾ നമ്മുടെ ഈ കഥയിൽ മുറിവേറ്റ് കിടക്കവനെ ഒഴിവാക്കി പോയതിൻ്റെ കാരണം അവർക്ക് അവരുടെ ഉത്തരവാദിത്വങ്ങളോടുള്ള കൂടിയ പ്രതിബദ്ധത കൊണ്ടാണ്. ഇടവകപ്പള്ളിയിൽ കുർബാന നടക്കേണ്ട സമയത്ത് കുർബാനയ്ക്ക് അച്ഛനില്ലാതെ വന്നാൽ നമ്മളാരും പ്രതികരിക്കുന്നത് അച്ഛൻ ആരെങ്കിലും സഹായിക്കാൻ പോയതിൻ്റെ പുണ്യം പരിശോധിച്ചിട്ടല്ലല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനും ഇത് പറയുക. പ്രിയപ്പെട്ടവരെ, തൻ്റെ കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഒഴിവാക്കണമെന്നല്ല,
പക്ഷേ ആ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി പോകുമ്പോൾ അവൻ കണ്ണടച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് തൻ്റെ ശുശ്രൂഷയോട് കാണിച്ച ഒരു വൈകാരികമായ അടുപ്പമാണ്. നമുക്കും കാരണങ്ങൾ ഒരുപാടുണ്ടാകാം, നീതീകരണങ്ങൾ ഒരുപാടുണ്ടാകാം. എന്തുകൊണ്ട് ഞാൻ എൻ്റെ മുമ്പിൽ മുറിവേറ്റ് കിടന്നവനെ ഒഴിവാക്കിപ്പോയി? ലേവായൻ അവനാക്കൊണ്ടാകാവുന്നതെല്ലാം അവൻ ചെയ്തു. മുറിവേറ്റ് കിടന്നവനെ താങ്ങിയെടുത്തു, പഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ട് പരിചരിച്ചു. കയ്യിലുണ്ടായിരുന്നതെല്ലാം അവന് വേണ്ടിയിട്ട് മുടക്കി 2 ദിനാറ അഡീഷണലായിട്ട് കൊടുത്തിട്ടാണ് അവൻ പോകുന്നത്. കൂടുതലായി എന്തെങ്കിലും ചിലവ് വന്നാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നോളാം. ഇത് പുണ്യത്തിൻ്റെ ഒരു മാതൃകയാണ്. അത് എനിക്കും നിങ്ങൾക്കും ചെയ്യാനാവുന്നതാണോ, ചെയ്യാൻ പറ്റുന്നതാണോ എന്നതിനപ്പുറത്ത് ചെയ്യുവോ ഇല്ലയോ എന്നതാ ചോദ്യം. സമറിയാക്കാരൻ നല്ല സമറിയാക്കാരനായി മാറുന്നത് അങ്ങനെയാണ്. സഭയുടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഗുഡ് സമരിറ്റൻ ഹോസ്പിറ്റലുകളൊക്കെയാണ്. പാതയോരത്ത് മുറിവേറ്റ് കിടക്കുന്നവനെ താങ്ങിപ്പിടിക്കാനുള്ള നല്ല മനസ്സിൻ്റെ പ്രതീകമാണത്. അങ്ങനെയൊക്കെ ആകണം സഭാ സംവിധാനങ്ങളും നമ്മൾ ഓരോരുത്തരും. നമുക്ക് കുറ്റം പറഞ്ഞ് ഇല്ലാത്ത ന്യായീകരണങ്ങൾ ഉയർത്തി ആരെയും രക്ഷിക്കാൻ ശ്രമിക്കണ്ട. ഞാനൊഴികെ ബാക്കി എല്ലാവരും ശരിയല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും നോക്കണ്ട. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് മാത്രമാകട്ടെ തമ്പുരാനും നീയും തമ്മിലുള്ള ചർച്ചാ വിഷയം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.